3 പോത്തുണ്ട് ഞങ്ങൾക്ക്. അപ്പം അതിനെ ഉച്ച കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് മേയ്ക്കാൻ. വെള്ളമൊന്നും കൊടുക്കലില്ല, പച്ചവെള്ളം മാത്രമേ ഈ തോട്ടിൽ കുടിച്ചുള്ളൂ. 1 ലക്ഷത്തിന് 2 എണ്ണത്തിന് വിറ്റ്. 2 എണ്ണത്തിന് വിറ്റ്. അയ്യോ, ഞങ്ങളിപ്പോ ഇങ്ങനെ ആളുള്ളപ്പോ ഇച്ചിരി നേരത്തെ അയക്കും, ഒരു 12 മണിയോ 12 വരയ്ക്കൊക്കെ. പിന്നെ ആളില്ലത്തപ്പോ 1 മണിയൊക്കെ ആവും, 1 മണിയൊക്കെ കഴിയും, 12 മണി ആവും. ഇങ്ങനെയൊക്കെ ഞങ്ങള് എന്തെങ്കിലും വീട്ടുപണി എടുത്ത് കഞ്ഞൊക്കെ വെച്ച് ഇതൊക്കെ ചേർന്ന് വരുമ്പോ സമയമാവും. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയി കാട്ടിലെ തീറ്റിച്ചിട്ട് അത് ഞങ്ങൾ വെള്ളമൊന്നും കൊടുക്കലില്ല, പച്ചവെള്ളം മാത്രമേ ഈ തോട്ടിൽ കുടിച്ചുള്ളൂ. അങ്ങനെയായി ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു വരും. രാവിലെ ഇപ്പോൾ പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടും. അങ്ങനെ 1 മണി ആവും, 1:30 ആവും. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു പണിയൊക്കെ എടുത്ത് കഞ്ഞൊക്കെ വെച്ച് കുടിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് സമയമാവും. ഒരു ദിവസം ഇച്ചിരി നേരത്തെ അയക്കും, 12 മണിക്കൊക്കെ. പിന്നെ 12:15 ഇങ്ങനെ കണക്കില്ല, ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും സമയം അതുപോലെ ഞങ്ങൾ. അപ്പോൾ വരുന്നത് 6 മണിയൊക്കെ ആവും. അവിടെ കേച്ചിന് ഇച്ചിരി 5 മണിക്കൊക്കെ കയറ്റി വരും. ഇവിടെ 6 മണിൻ്റെ മുന്നിൽ ഞങ്ങൾ ഷോക്കൊക്കെ കടത്തി വിടും. കാലില്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ 2 കുടുംബമാണ് ഒന്നിച്ച് വിടുന്നത്. അപ്പം അവർക്ക് 2 പോത്ത്, എനിക്ക് 2 പോത്ത്, പിന്നെ കാല്. 3 പോത്തുണ്ട് ഞങ്ങൾക്ക്. അപ്പം അതിനെ ഉച്ച കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് മേയ്ക്കാൻ. പിന്നെ ആടുണ്ട്, ആട് ഉച്ച കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് മേയ്ക്കാൻ. നോക്കണം, അതിന് പിന്നെ തീറ്റയും കൊടുക്കണം, വെള്ളം തവിടൊക്കെ കൊടുക്കും. കറക്കൊന്നുമില്ല, പശുവൊന്നുമില്ല, കറക്കുന്ന പശുവൊന്നുമില്ല. പോത്ത് മാത്രമേ ഉള്ളൂ. പോത്ത് 3 എണ്ണം. ചെറിയ പോത്താണെങ്കിൽ ഒരു 3 വർഷമൊക്കെ വളർത്തും. പിന്നെ വലുതെന്നാൽ 2 വർഷമൊക്കെ മതി, 1 വർഷത്തിന് മതി. പുല്ലൊക്കെ ഉള്ളപ്പോൾ പിന്നെ വേനൽക്കാലം ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ ഉണക്കപ്പുല്ല് വാങ്ങും, അതൊക്കെ കൊടുക്കും. ഞങ്ങൾ പണിക്കൊന്നും പോകുന്നില്ല, അതിൽ തന്നെ ജീവിക്കുന്നത്. അതിൽ തന്നെ ചാണകം കൊടുക്കും, അതിന് വിറ്റിട്ടിങ്ങനെ പോകുന്നതാണ്, പണിക്ക് പോകുന്നില്ല. അതിന് നോക്കാൻ ആളൊന്നുമില്ല. വയലിൽ തന്നെ, വയലിൽ കൃഷിയൊന്നും ചെയ്യുന്നില്ല. വയലിൽ മേയ്ക്കും, പിന്നെ കാട്ടിലൊക്കെ കൊണ്ടുപോകും. കാട്ടിൽ പുല്ലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകും, വയറ് നിറയാൻ വേണ്ടി. പിന്നെ ഇതിലൊക്കെ കെട്ടിയിടുകയൊക്കെ ചെയ്യും, പോകാത്ത ദിവസമൊക്കെ കെട്ടിയിടും. പിന്നെ ആനയും ഉണ്ടാവും, ആന കടുവൊക്കെ ഉണ്ടാവും. എൻ്റെ നടുവിൽ എങ്ങനെയെങ്കിലും നോക്കുന്നതാണ്. ചെന്നായ്ക്കളൊക്കെ ഉണ്ടാവും. ഇല്ല, ഉള്ളിലേക്ക് വിടുന്നില്ല. പരിസരത്ത് ചുറ്റുപാട് ഷോക്ക് ഉണ്ടല്ലോ, ഷോക്കുള്ള കൊണ്ട് ഇല്ല. പിന്നെ ഷോക്കില്ലാത്ത സമയത്ത് ചിലർ പോവും, അയച്ചു വിട്ടാലൊക്കെ പോയി കളയും. ഞങ്ങൾ അതിനെ തേടി പിടിച്ച് കൊണ്ടുവരും. അങ്ങനെയാണ് നോക്കുന്നത്. കണ്ണിൽ പെടാതെ മൃഗത്തിന് എങ്ങനെയെങ്കിലും അസുഖമൊക്കെ വരും. ആദ്യമൊക്കെ കുറേ വന്നായിരുന്നു. എന്നിട്ട് ചൊറിൻ്റെ പോലെ ആയിട്ട്, ചൊറിച്ചലായിട്ട് എന്തോ ഗുളിക മരുന്നൊക്കെ മേടിച്ച് കുറേയൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ പോയി. അന്നേരം വിളിക്കും, ഡോക്ടർമാരെ വിളിക്കും. അവർ അങ്ങനെ മരുന്നൊക്കെ കൊണ്ടുതരും, ഫ്രീ ആയിട്ട് സൗജന്യമായി മരുന്ന് കൊണ്ടുതരും. രാവിലെ ചിലപ്പോ 12 മണിക്കോ 1 മണിക്കൊക്കെ ആവും ഞങ്ങൾ അയച്ചു കൊണ്ടുപോകും, രാവിലെ കൊണ്ടുപോകുന്നത്. പിന്നെ വൈകുന്നേരം 6 മണി 5 മണിയൊക്കെ ആവും. നിങ്ങൾക്ക് സാധാരണ ഈ പോത്തിനെ വളർത്തുമ്പോൾ എത്ര വില കിട്ടും? വില കുറവാ, അവര് ഞങ്ങൾ പറയുന്ന വില തരില്ല. എന്നാലും ഒരു എത്ര രൂപ വരെ പറയാറുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം 2 വിറ്റിട്ട് 1 ലക്ഷത്തിന്. 2 എണ്ണത്തിന് വിറ്റിട്ട്. 2 എണ്ണത്തിന് വിറ്റിട്ട്.
പിന്നെ ഇതിന് 60 കൊടുത്ത് പിന്നെ മേടിച്ചു 2 എണ്ണം. നിങ്ങൾക്ക് പിന്നെ വേറെ ഇത് പോത്തല്ലാതെ വേറെ കൃഷികൾ എന്തൊക്കെയാണ്? കൃഷികളായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല കൃഷികളായിട്ട് ഇല്ല. ഒരു ഡോക്ടർമാർ വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് എന്തോ ഈ നെല്ലിക്ക പോലെ ഒരു അസുഖം വന്നു പശുവിനൊക്കെ. പിന്നെ അവർ ഇഞ്ചക്ഷനൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇഞ്ചക്ഷനൊക്കെ വന്ന് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കുറെ ജീവിച്ചു. നിങ്ങളുടെ അടുത്ത് ഇവിടെ മൃഗാശുപത്രികളൊക്കെ ഉണ്ടോ? ഇവിടെ ബത്തേരി മാത്രം, ബത്തേരി കല്ലൂർ 22 കുടുംബം ഉണ്ടാവും. അവർക്ക് ചില ആൾക്ക് ഉണ്ടാവും പശുക്കാലൊക്കെ, ചില ആൾക്കില്ല. ചില ആൾക്ക് ആടുണ്ട്. അങ്ങനെ തോട്ടിൽ കുളിപ്പിക്കും പോത്തിനൊക്കെ. പശുവിനൊന്നും കുളിപ്പിക്കില്ല, പോത്തിനൊക്കെ കുളിപ്പിക്കും. നിങ്ങളിവിടെ ആനയൊക്കെ വരുമോ? ആന വരും. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആന. ഈ ആനകളൊക്കെ വന്നിട്ട് ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന? ഇല്ല അതൊന്നും ഇല്ല. ഇതിലൊക്കെ വന്ന് പോയിട്ടുണ്ട് ആന, എന്നിട്ടും അതിനൊന്നും ഉപർത്തില്ല. കന്നുകാലികൾക്ക് നിങ്ങൾ ദിവസവും ഈ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കുക, പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങുക, അങ്ങനെ എന്തെങ്കിലും? ഉള്ള സമയത്തൊക്കെ മേടിച്ച് കൊടുക്കും, അല്ലാത്ത സമയത്തില്ല. ഞങ്ങൾ അരിക്കഴുക വെള്ളം പിന്നെ കഞ്ഞിവെള്ളം ഒക്കെ കൊടുക്കും, അത്രേ ഉള്ളൂ. കാലിത്തീറ്റ ഒന്നും കൊടുക്കാറില്ല? പാലും നിങ്ങളൊന്നും പുറത്തേക്ക് കൊടുക്കുന്നില്ല അല്ലേ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.